ഗൈസ്, നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആണെങ്കിൽ, അതല്ല നിങ്ങൾ ഫോൺ സ്റ്റോറേജിന്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു 3 ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ഒന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ സ്റ്റോറേജിന്റെ പ്രശ്നം അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൽ ഏകദേശം ഒരു 15 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ തന്നെ ഗൂഗിൾ ഫോട്ടോസ് എന്നും ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് 2 ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിൽ തന്നെ ഏകദേശം 15 GB സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സോ ഫയലുകളോ ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 15 GB നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അവിടെ ആപ്പ് സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ക്രോം, അങ്ങനെ മുതലായ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഒന്നെടുക്കുക. അപ്പൊ ഇതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതും അതല്ലാതെയുമുള്ള ആപ്ലിക്കേഷൻസും ഇതിൽ ബാധകമാണ്. കാരണം ആ ആപ്ലിക്കേഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്റ്റോറേജ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എന്റെ യൂട്യൂബ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 607 MB. അത് അനാവശ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു MB ആണ്. അതായത് ഒരു സ്റ്റോറേജ് ആണ്. അതിന്റെ ഒരാവശ്യവും നമ്മുടെ ഫോണിലില്ല. കാരണം അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ച് വീഡിയോ കാണുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് അവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ, അതായത് അവിടെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മേലെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് 600 MB ഇപ്പൊ തന്നെ ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻസ്, ഇപ്പൊ ഞാൻ വേറെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ കാണാൻ സാധിക്കും ഏകദേശം 521 MB ഇപ്പൊ ക്യാഷ് ഡേറ്റ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 2 ആപ്ലിക്കേഷന്റെ ക്യാഷ് ഡാറ്റ ഞാൻ ക്ലിയർ ചെയ്ത സമയത്ത് എനിക്ക് 1 GB ഫ്രീ ആയിട്ട് കിട്ടി. ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും അധികം യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടോടെ എനിക്ക് ഏകദേശം 1 GB ഈ 2 ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അഥവാ നിങ്ങൾ ഡെയിലി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതിനെക്കാട്ടിലും വലിയ ക്യാഷ് ആയിരിക്കും നിങ്ങളുടെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സ്റ്റോറേജ് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ടെലിഗ്രാം ഒക്കെ നിങ്ങൾ മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരുപാടധികം ക്യാഷ് ഡാറ്റ എടുത്ത് വെക്കുന്നുണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ ഒരു 10 GB തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഡെയിലി ചെയ്യാറുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതേപോലെ ഡെയിലി ക്ലിയർ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. അതായത് സെഡ് അച്ചീവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് പോയിട്ട് സെഡ് അച്ചീവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ വലിയ ഫയലുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഉദാഹരണത്തിന് സിനിമ, പിന്നെ നിങ്ങളുടെ ഫോണിലെ ഡോക്യുമെന്റ്സ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്, അവതാർ. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റോറേജ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത്. അതായത് അതിൽ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ നോർമലി ഇട്ട് കംപ്രസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 100 to 200 MB വരെ അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ ഒരു 5 ഫയൽ അല്ലെങ്കിൽ 5 സിനിമ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 GB അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 5 എന്ന് ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടാവും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് കംപ്രസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫയലിനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചുകൂടി ഒരു 100-200 MB അത് കമ്മിയായിട്ട് ആ ഒരു ഫയൽ അവിടെ കിടക്കും. അപ്പൊ എന്തായാലും ഈ 3 ടിപ്പും നിങ്ങളുടെ ഫോണിൽ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതല്ലാതെയും കുറെ ടിപ്പുകളുണ്ട്, അതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.